ഗുഡ് മോർണിംഗ്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ വീഡിയോയിൽ. അപ്പോൾ ബേസിക്കലി എന്തൊക്കെയാണ് ഞാൻ രാവിലെ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സോപ്പ് ഇടാറില്ല. രാവിലെ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ ഓയിൽ സെക്രീഷൻ ഇല്ലേ, അതെല്ലാം ഇല്ലാതെയാവും. സോ ഐ ഡോണ്ട് പുട്ട് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ പുട്ട് എ മിൽക്ക് ടോണർ. ദിസ് ഈസ് ഫ്രം TBH. ഏത് മിൽക്ക് ടോണർ, കെമിക്കൽസ് ഒക്കെ കുറഞ്ഞ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മിൽക്ക് ടോണർ. ജനറലി സ്കിൻ കെയറിൽ ഞാൻ അതിൻ്റെ കൊടാലി ഒഴിച്ച് ഒന്നിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ ഉപയോഗിക്കാറില്ല. ഇൻഗ്രീഡിയൻസ് ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അതിട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ വരും. എന്നിട്ട് ദെൻ ഐ അപ്ലൈ മൈ ഗ്ലൈക്കോളിക് സീറം വിച്ച് ഇസ് ബേസിക്കലി എ ബ്രൈറ്റനിങ് സീറം. ഇതൊരു കെമിക്കൽ എക്സ്ഫോളിയൻറ്റ് ആണ്. അപ്പോൾ അത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നെല്ലാം കുറഞ്ഞു കിട്ടും. I should pin my hair. My hand is slippery. അല്ലെ മുടിയിലൊക്കെ ആവും. എന്നിട്ട് then what I apply is I apply my hyaluronic acid. ഇതും ലോറിയാലിൻ്റെയാണ്. ലോറിയാൽ ഞാൻ എങ്ങനെ വാങ്ങണമെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ അല്ല 2 പ്രാവശ്യം സെയിൽ വരും. ഒരു 50% ഓഫ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ഫുൾ ഇയറിനുള്ള സ്കിൻ കെയർ വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെയാണ് ഞാൻ വാങ്ങാറ്. ഈവൻ കൊടാലി വാങ്ങിച്ചപ്പോൾ 20% സെയിൽ സെഫോറയിൽ വർഷത്തിൽ 2 പ്രാവശ്യം വരുമ്പോഴാണ് ഞാൻ വാങ്ങാറ്. അതിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ മെലാവിൻ്റെ ഫേഷ്യൽ സീറം, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതിൽ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആബിറ്റീനുണ്ട്, സെറമൈഡ് ഉണ്ട്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൊളജൻ ബിൽഡ് ചെയ്യാൻ സെറമൈഡ് വേണം. ആബിറ്റിൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ വരാറില്ലേ, ഒരു മിഡിൽ ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി മെലാസ്മ വരും ഫേസിൽ. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ എപ്പോഴും ഓർക്കാം, മെലാനിൻ ഒരു പാത്വേ വഴി എല്ലാ സ്കിന്നിൽ വരുന്നത്. പല കാര്യങ്ങളുണ്ട്. സൺ എക്സ്പോഷർ ഉണ്ട്, ഹോർമോൺ ഉണ്ട്. അപ്പോൾ പ്രിവെൻഷൻ, ആ മെലാനിൻ സെൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് പല പാത്തിലായിട്ട് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ഇത്രയധികം സീറോ. അതെ, ഇത്രയധികം സീറോ ഇടുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെയായിട്ടിരിക്കുന്നത്. കുറച്ച് ബ്രൈറ്റനിങ് ഉണ്ട്. ഇത് വൈറ്റമിൻ സിയുടെ സെപ്പറേറ്റ് സീറം. ആ ഇതിലുള്ളത് എപ്പോഴും കോമ്പിനേഷൻ ആകുമ്പോൾ അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വൈറ്റമിൻ സി അപ്ലൈ ആണ്. ഞാൻ എൻ്റെ എല്ലാ സീറവും കണ്ണിലും ഇടും. ഈവൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ വന്നിട്ടില്ല. സോ ഞാൻ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും. ലിംഫ് നോഡ്സ് ഉണ്ട്. ഇപ്പോൾ ലിംഫ് ഡ്രെയിനേജ് എന്തൊക്കെ ഇടണോ അതെല്ലാം കഴുത്തിലും ചെവിയിലും ഡീകൊളറ്റാജിലും ഇട്ട് കൊടുക്കണം. അതാണ് ഗുഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ്. ആൻഡ് ദെൻ സംടൈംസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോറിയൽ റീവൈറ്റ ലിഫ്റ്റ് ഫില്ലർ, ഇത് ഒരു വാട്ടർ ക്രീമാണ്, പ്ലംപിംഗ് ക്രീമാണ്. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കും, അല്ലെ ഫസ്റ്റ് ഇടും. ഈ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. രാത്രിയും ഇടും, രാവിലെ ഇടും. ബിക്കോസ് ഇറ്റ് ജസ്റ്റ് പ്ലംസ്. ഹൈലറോണിക് ആസിഡാണ് മോസ്റ്റ് ആയിട്ടുള്ളത്, വെള്ളമാണ്. അപ്പം ഇതൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും ഇനി ഇടില്ല. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് പോണതിന് ഒരു 15 മിനിറ്റ്സിന് മുമ്പ് ഒന്നെങ്കിൽ ഞാൻ എൻ്റെ അൾട്രാ വയലറ്റ് SPF 50 സൺസ്ക്രീൻ ഇടും. വിൻ്റർ ആണെങ്കിലും സണ്ണ് നന്നായിട്ടുണ്ട്. ഇപ്പം 365 ഡേയ്സും ഞാൻ സൺസ്ക്രീൻ ഇടും. സൺസ്ക്രീൻ ഇടാതെ ഞാൻ എവിടെയും രാവിലെ എണീറ്റ് എൻ്റെ സ്കിൻ റൂട്ടീനിൽ സൺസ്ക്രീൻ ഉണ്ട്. എന്തൊക്കെ ബാക്കിയുണ്ടോ അതെല്ലാം ഞാൻ കയ്യിലൊക്കെ തേച്ച് കൊടുക്കും. പിന്നെ ഇപ്പം ഫൗണ്ടേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇത് CC ക്രീമാണ്, ഇത് IT കോസ്മെറ്റിക്സിൻ്റെയാണ്. ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ട ഉടനെ ഇതൊന്നും ഇടില്ല. 3 ലെയറായിട്ട് അത് അബ്സോർബ് ചെയ്യാൻ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ ഇട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം ഈ ഫൗണ്ടേഷനോ സ്കിൻ ടിൻറ്റോ ഇടാൻ. അല്ലെങ്കിൽ അത് പില്ലാവെന്ന് വെച്ചാൽ കുറച്ചൊരു ക്ലംപി ആയിട്ട് ഈ സൈഡിലൊക്കെ വന്ന് പാച്ചി ആയിട്ടിരിക്കുന്ന കാണാം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേജസ് ആയിട്ട് ഇത് ചെയ്യണം. I hope this was helpful to you. My skincare routine, it has helped my skin quite a lot. ഒത്തിരി ഡ്രൈ പാച്ചസും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഈയിടെയായി അപ്പുറത്തെ വീട്ടിലൊക്കെ കള്ളം കയറി സ്വർണം എടുക്കുന്നുണ്ട്. ഇന്ത്യൻസിനെയാണ് ടാർഗറ്റ് ചെയ്യണത്. സോ ഐ എം വെയറിങ് എവറിത്തിങ് ദ ഹാവ് ഇൻ ദ ഹൗസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് ദ ഫിനിഷ്ഡ് ലുക്ക്. ഈയിടെയായി അപ്പുറത്തെ വീട്ടിലൊക്കെ കള്ളം കയറി സ്വർണം
എടുക്കുന്നുണ്ട്. ഇന്ത്യൻസിനെയാണ് ടാർഗറ്റ് ചെയ്യണത്. സോ ഐ എം വെയറിങ് എവറിത്തിങ് ദ ഹാവ് ഇൻ ദ ഹൗസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് ദ ഫിനിഷ്ഡ് ലുക്ക്.